ഒരു അടിപൊളി മഴയോട് കൂടിയിട്ട് കർക്കിടക മാസത്തെ വന്നിരിക്കുകയാണ്. ഈ മാസം നമ്മൾ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി. നമ്മുടെ വേർഷനിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനിതേ ഇതാണ് ഇല്ലംകെട്ടി. ഇതിൻ്റെ വേരാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേരാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ വേരെടുക്കേണ്ട ദൗത്യം അതിമനോഹരമായി പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചെറിയ 2 തണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. ഇതാണ് ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത ചെറിയ 2 തണ്ട്. അടുത്തതാണ് കുറുന്തൊട്ടി. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒന്നാണല്ലേ. അതിൻ്റെ വേരെടുക്കുന്നത് കൊണ്ടും പറിക്കാൻ എളുപ്പമായതുകൊണ്ടും ഒന്നാകെ പറിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ കുറച്ചല്പം കൂടുതൽ കുറുന്തൊട്ടി പറിച്ചെടുത്തിട്ട് ഇതാണ് കാട്ടുമുല്ല. ഇതും ഒന്നൊന്നാകെ പറിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് വേര് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് പെരു. ഇത് നമ്മുടെ തൊടികളിലെല്ലാം നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ് അല്ലേ. അതും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്. നമുക്ക് കിട്ടിയ ഔഷധങ്ങൾ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനി അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ഇതെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം. തണ്ടും വേരും മാത്രം നിർത്തി ഇലയെല്ലാം കളഞ്ഞ് മണ്ണെല്ലാം കഴുകി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ വേരും തൊലിയും മാത്രം കിട്ടത്തക്ക രീതിയിൽ എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അതൊരു ചില്ലറ ടാസ്ക് അല്ല. മടിയോടെല്ലാം ഗുഡ് ബൈ പറഞ്ഞ് കുറച്ച് നേരം അതിനോടുള്ള മൽപ്പിടുത്തത്തിലായിരുന്നു. കഞ്ഞി കുടിക്കണ്ടേ. ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസാനം നമുക്ക് ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ വേരും തോലും മാത്രം ഇതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. ക്ലീൻ ചെയ്തെടുത്താണെങ്കിൽ കൂടിയും കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ കഞ്ഞിയിലെ മരുന്ന് കൂട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വേരും തൊലിയും എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്നല്ലേ, മല്ലി. പച്ചമല്ലിയാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനേ. കുറച്ച് പാടുണ്ടാവും, എന്നാലും നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കഞ്ഞിയിലെ താരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇത് ഞാനൊരു 7 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ മരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ 3, 7 അങ്ങനത്തെ ദിവസങ്ങളിലാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ 7 ദിവസത്തിന് മരുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഉണങ്ങല്ലരിയാണ്. നവരയരിയാണ് മരുന്ന് കഞ്ഞി വയ്ക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് അരി. പക്ഷെ നമ്മൾ എടുക്കുന്നത് ഉണങ്ങല്ലരിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ കുറച്ച് നേരം മുന്നേ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ ഉലുവ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മരുന്നിൻ്റെ കൂട്ടാണ്. അതൊരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പച്ചമല്ലിയും ആ മരുന്നും ഒക്കെ കൂടിയിട്ട് അരച്ച് റെഡിയായിട്ട് വരുമ്പോൾ ഒരു അടിപൊളി മണം വരാനുണ്ട്. ഇനി അതെല്ലാം മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കാനുണ്ട്. തേങ്ങ, ചെറിയ ജീരകം, ചുവന്നുള്ളി, വേണമെങ്കിൽ ഒരു ചുള വെളുത്തുള്ളി എല്ലാം നല്ല രീതിയിൽ അരച്ച് വെന്ത് വന്ന അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കഞ്ഞി ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. തിള വരുന്ന ആ കുമിള പൊട്ടുന്ന ആ ഒരു സമയത്ത് നമ്മളിത് ഇറക്കി മാറ്റി വെക്കണേ. അങ്ങനെ അരപ്പെല്ലാം നല്ല രീതിയിൽ മിക്സായിട്ട് തിള ഇങ്ങനെ പൊട്ടി വരുന്ന രീതിയിലായിട്ടുണ്ട്. അങ്ങനെ തിള പൊട്ടി വരുന്ന പാകമായപ്പോൾ ഞാനിത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുമ്പോൾ അകത്ത് ഈ ചൂട് കഞ്ഞി കുടിക്കാൻ എന്ത് രസമാവും അല്ലേ. നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മരുന്നുകളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എന്താ ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ലേ. എന്തായാലും നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് പെയ്യുന്ന നല്ല അടിപൊളി മഴയും കണ്ടുകൊണ്ട് ഇതുപോലെ നല്ല ചൂടുള്ള മരുന്ന് കഞ്ഞി ഇങ്ങനെ കുടിക്കുക എന്ന് പറയണത് അതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണ് മക്കളെ.